ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈൻ ഫറ. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അതിൽ ഭൂരിഭാഗം എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആണ്. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട്, വീഡിയോ കാണാറുണ്ട്, വീഡിയോ ഇഷ്ടമായി എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യാനും ഒന്ന് ശ്രമിക്കണേ. അത് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്താൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട്. കഴിക്കാനുള്ള സാധനമല്ല കേട്ടോ, ഒരു ഹെയർ ഓയിലാണ്. മുടി കൊഴിച്ചിലുള്ളവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ഓയിൽ. മാത്രമല്ല ഞാൻ ഒരുപാട് പേഷ്യൻസിനെ ഞാനിത് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓയിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഓയിൽ റോസ്മേരി ഓയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റോസ്മേരിയാണ്. റോസ്മേരി രണ്ട് രീതിയിൽ അവൈലബിൾ ആണ്. നമുക്ക് ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരി അവൈലബിൾ ആണ്. അതുപോലെ ചില സ്ഥലത്ത് ഇതിൻ്റെ പാക്കറ്റ് ആയിരിക്കും, അത് ഡ്രൈ ആയിരിക്കും കേട്ടോ. അപ്പം ഫ്രഷ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ റോസ്മേരി കഴിഞ്ഞ ദിവസം ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് കാലിക്കറ്റ് നെസ്റ്റോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് വലിയ വലിയ തണ്ടുകളായിട്ടാണ് ഉണ്ടാവുക. അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് നമ്മൾ ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നാലേ ഉള്ളൂ അത് നല്ലോണം നമ്മൾ ഓയിലായിട്ട് മിക്സ് ചെയ്യും, അതിൻ്റെ സ്മെല്ലൊക്കെ നല്ലോണം ഓയിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. ഞാനൊരു പാക്കറ്റ് റോസ്മേരി ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് റോസ്മേരിക്ക് നമുക്ക് ഏകദേശം ഒരു 68 അതോ ഇനി 76 ആ ഒരു എമൗണ്ടിലാണ് വരുന്നത്. എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഞാൻ ആ പാക്കറ്റ് ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റോസ്മേരി ശരിക്കും പറഞ്ഞാൽ നമ്മളെ തുളസി, കഞ്ഞിക്കുറുക്കലൊക്കെ പോലത്തെ ഒരു ഹേർബാണ്. അത് നമ്മൾ നോൺ വെജൊക്കെ ഉണ്ടാക്കുമ്പോൾ, അതായത് ചിക്കൻ, മട്ടനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് റോസ്മേരി ലീവ്സ് ആഡ് ചെയ്താൽ നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ ഈ റോസ്മേരി ലീവ്സ് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു പ്ലെസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് ഈ റോസ്മേരിക്ക്. ചിലരൊക്കെ കുളി കഴിഞ്ഞിട്ട് മുടിയൊന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് തലയിൽ ഇച്ചിരി എണ്ണ തേക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഈ ഓയിൽ ബെസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഈ ആൽമണ്ട് ഓയിൽ, അതുപോലെ പാരച്യൂട്ടിൻ്റെ ജാസ്മിൻ ഓയിൽ, അപ്പോൾ അങ്ങനത്തെ ഓയിലൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാക്കറ്റ് റോസ്മേരി ഫുള്ളായിട്ട് ഞാൻ ഗ്രൈൻഡറിലിട്ട് പൊടിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. ഇതൊരു സ്പെഷ്യൽ വെളിച്ചെണ്ണ കേട്ടോ. ഇത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ആണ്. അപ്പോൾ അതെൻ്റെ അടുത്ത് ഉണ്ടായപ്പോൾ ഞാൻ ആ ഒരു 1 ലിറ്റർ ഫുള്ളായിട്ട് അതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാണ്, നമ്മൾ എണ്ണ കാച്ചാനുള്ള പാത്രം എടുക്കുമ്പോൾ എപ്പോഴും അടികട്ടിയുള്ള, അതായത് പെട്ടെന്ന് ഇതിങ്ങനെ എണ്ണ ചൂടാവാത്ത രീതിയിൽ നല്ല അടികട്ടിയുള്ള പാത്രം വേണം കേട്ടോ സെലക്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മളെ എണ്ണ വേഗം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റായി പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ബേണറിൽ വെക്കണ്ട കേട്ടോ. അത് ഏറ്റവും വലിയ ബേണറിലും വെക്കണ്ട. രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു മീഡിയം സൈസ് ബേണറില്ലേ, അതിൽ വെച്ചാൽ മതി. അതിൽ സിമ്മിലിടണം കേട്ടോ. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത്. എപ്പോഴും സിമ്മിലിട്ടിട്ടേ ഇത് സ്റ്റാർട്ട് ചെയ്യാവൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പൊടിച്ച റോസ്മേരിയും ഓയിലും ആദ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് മാത്രമേ നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് സ്റ്റൗമിലേക്ക് വെക്കാവൂ കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കും. മുകളിൽ ചെറുതായിട്ടൊരു പതയുണ്ടാവും. അപ്പോൾ ഈ എണ്ണൻ്റെ പാകം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന പത അത് പോവുകയും ചെയ്യും. മാത്രമല്ല ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു ഈ റോസ്മേരിൻ്റെ ചെറിയ ചെറിയ പൗഡർ ചെറുതായിട്ടൊന്ന് കളറ് മാറിയതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ മാത്രമല്ല അത് നമ്മൾ കൈ വെച്ച് തൊട്ട് നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം നോക്കിയിട്ട് നമ്മൾ വേഗം സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഓയിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അരിച്ച് മാറ്റണം കേട്ടോ. അപ്പം ഞാൻ നല്ല എയർ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. ചൂടുള്ള ഓയിലായതുകൊണ്ട് സ്റ്റീലിൻ്റെ അരിപ്പയും ഉപയോഗിക്കണമായിരിക്കും നല്ലത്.
അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണേ. നല്ല ചൂടുള്ള എണ്ണയാണ്, നമ്മളെ കയ്യിലോ കാലിലോ ഒക്കെ വീണാൽ ശരിക്കും പൊള്ളിപ്പോവും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നല്ല പച്ച കളറായിട്ടുണ്ട്. മാത്രമല്ല വീട് ഫുള്ള് നല്ല സ്മെല്ലാണ്. ഞാൻ പെട്ടെന്ന് തന്നെ അത് അരിച്ച് മാറ്റണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ റോസ്മേരിൻ്റെ ആ ഒരു ലീവ്സ് വീണ്ടും ആ ചൂടുള്ള എണ്ണയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൽ കിടന്ന് കരിയും. അപ്പോൾ അത് നമ്മളെ എണ്ണൻ്റെ ആ ഒരു ക്വാളിറ്റീനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ അത് അരിച്ച് മാറ്റണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനൊരു 4-5 മണിക്കൂർ ഇതുപോലെ ചൂടാറാൻ വേണ്ടി വെച്ചു. നമ്മളെ എണ്ണ നല്ല രീതിയിൽ ചൂടാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ചിട്ട റോസ്മേരിൻ്റെ ലീവ്സാണിത്. ഇതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് വേറെ ഉപയോഗമൊന്നുമില്ല. പിന്നെ അതിലും കുറച്ച് എണ്ണയൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്കെടുത്ത് നമ്മളെ മുടിയിൽ തേക്കാം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ യൂഷ്വലി ഉപയോഗിക്കാറുള്ളത് വൈറ്റമിൻ ഇ ഓയിലാണ്. അതായത് നമ്മളെ വെളിച്ചെണ്ണയിൽ ഇവിയോൺ ടാബ്ലറ്റ്സിലെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ജസ്റ്റ് പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ ഓയിലാണ് ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും റോസ്മേരി ഓയിൽ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നമ്മൾ എണ്ണൻ്റെ ബോട്ടിലൊക്കെ ഞാൻ നല്ലോണം വാഷ് ചെയ്ത് എയർ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമുക്ക് ഉപയോഗിക്കാനുള്ള ഓയിൽ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഈ റോസ്മേരി ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ മുടിയൊക്കെ നല്ലോണം സ്ട്രെങ്തനിങ് ആവും. മാത്രമല്ല പുതിയ ഹെയർ കിളുത്ത് വരാൻ നല്ലോണം സഹായിക്കും. റോസ്മേരി ഓയിൽ കൂടാണ്ട് മാർക്കറ്റ്സിലൊക്കെ റോസ്മേരി വാട്ടറും അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഈ എണ്ണ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ കളറും ഇതിൻ്റെ സ്മെല്ലും പിന്നെ ഒക്കെ കണ്ടിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യാമെന്നും പറഞ്ഞിട്ട് കുളിക്കാൻ പോകുന്നതിന് മുന്നേ അസ്സ വന്ന് നമ്മുടെ എണ്ണ എടുത്ത് നല്ല രീതിയിൽ തലയിൽ മസാജ് ചെയ്ത്. അപ്പം നിങ്ങളും ഈ റോസ്മേരി ഓയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് നമ്മൾ മാർക്കറ്റ്സിൽ വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര അഫോർഡബിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് ഫീഡ്ബാക്ക്സ് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മളെ വീവേഴ്സ് ലോഞ്ചിൻ്റെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ കളക്ഷൻസ് ലോഞ്ച് ചെയ്യണമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഫോട്ടോഷൂട്ട് ചെയ്യണം. അങ്ങനെ 2 ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നതായിരുന്നു ഇതിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഏകദേശം 3 ദിവസം എടുത്തിട്ടോ ഫോട്ടോഷൂട്ട് ഫിനിഷ് ചെയ്യാൻ. പിന്നെ എത്രയും പെട്ടെന്ന് ഫോട്ടോഷൂട്ട് ഫിനിഷ് ചെയ്താലല്ലേ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ പുതിയ കളക്ഷൻസ് കാണണമെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് ഫിറ്റിംഗ് ഒക്കെ നോക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് ഹൈലൈറ്റ് മോളിൽ 2nd ഫ്ലോറിൽ ഷാ ഷോപ്പി എന്ന പേരിലുള്ള മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. വേൾഡ് ഓഫ് വുമൺ എന്ന പേരിലായിരുന്നു ആദ്യം ഈ സ്റ്റോർ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മാസം മുതൽ അവരുടെ മാനേജ്മെൻറ്റ് മാറിയതോടുകൂടെ സ്റ്റോറിൻ്റെ പേര് ഷാ ഷോപ്പി എന്ന പേരിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീവേഴ്സ് ലോഞ്ചിൻ്റെ ഡ്രസ്സ് ഇനി എവിടെ കിട്ടും എന്നുള്ള ഒരു കാര്യത്തിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട. കാലിക്കറ്റ് ഹൈലൈറ്റ് മോളിൽ 2nd ഫ്ലോറിൽ ഷാ ഷോപ്പിയിൽ നമ്മളുടെ എല്ലാ കളക്ഷൻസും അവൈലബിൾ ആയിരിക്കും. നമ്മളുടെ എല്ലാ കളക്ഷൻസും റെഡി ടു വെയർ ആണ്. പ്യുർ കോട്ടൺ ഫാബ്രിക്കിൽ ടോപ്പും പാൻറ്റും ഫുൾ സൈസ് ദുപ്പട്ടയായിട്ടാണ് നമ്മളുടെ കളക്ഷൻസ് വരുന്നത്. മാത്രമല്ല മീഡിയം മുതൽ 3XL വരെയുള്ള സൈസസും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുകളിലത്തെ ബാൽക്കണിയിലാണ് കേട്ടോ. അവിടെയാണെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ വെച്ച് നമ്മൾ നിസ്കരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ടൊരു ബ്രേക്ക് എടുത്താണ്. അപ്പോൾ നമുക്ക് 3 പേർക്ക് വേണ്ടിയിട്ട് ചേച്ചി നല്ല അടിപൊളി ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നല്ല ഓംലെറ്റും അതുപോലെ ചമ്മന്തിയും പിന്നെ നല്ല മോരും, അങ്ങനെ നല്ല വിഭവസമൃദ്ധമായ ലഞ്ചായിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ പണി തുടർന്നു. ഈ ഫോട്ടോഷൂട്ട് അത്ര ഈസി ഒന്നും അല്ല കേട്ടോ. നമ്മൾ 3 പേരുണ്ടായിട്ടും നമുക്കിത് കുറച്ചൊരു ടാസ്ക്കാണ്. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമ്മൾ കുറേ ചെയ്ത് കുറച്ച് യൂസ്ഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം.
പിന്നെ ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പ്ലീസ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണം കേട്ടോ. എനിക്ക് ചില വീഡിയോസിനൊക്കെ ചിലപ്പോൾ 1, 2, 3 കമൻസൊക്കെ കിട്ടാറുള്ളൂ. പക്ഷേ ആ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതിൽ കാണുന്നതൊക്കെ നമ്മളെ വീവേഴ്സ് ലോഞ്ചിൻ്റെ കളക്ഷൻസ് ആണ്. ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ കഫ്താൻസ്. ഇതിൻ്റെ ഫോട്ടോഷൂട്ടും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വരെ പ്രൊഡക്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ള കുറച്ച് പ്രോഡക്ട്സിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.